welcome back to Shani's Commerce Vlog. Dear students, Plus 2 Business Studies Principles of Management എന്ന second chapter ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. Last class we were discussing about F.W. Taylor's scientific management techniques. F.W. Taylorന്റെ ശാസ്ത്രീയ മാനേജ്മെന്റ് തന്ത്രങ്ങളെ കുറിച്ചിട്ടാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. Also we have already studied Taylor's scientific management principles. കൂടാതെ നമ്മൾ ഇതിനകം F.W. ടൈലറിന്റെ ശാസ്ത്രീയ മാനേജ്മെന്റ് തത്വങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. Today we are going to discuss about Henry Fayol's 14 principles of management. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെൻറി ഫയോളിന്റെ 14 മാനേജ്മെന്റ് തത്വങ്ങളെ കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അവൈലബിൾ ആവുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഈ ക്ലാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യണം. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട്. You know, Taylor set out both scientific principles and techniques. നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് F.W. ടൈലർ ശാസ്ത്രീയ മാനേജ്മെന്റ് തത്വങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ ശാസ്ത്രീയ മാനേജ്മെന്റ് തന്ത്രങ്ങളും വികസിപ്പിച്ചിട്ടുണ്ടെന്നുള്ള അല്ലേ. ബട്ട് ഹെൻറി ഫയോൾ സെറ്റ് ഔട്ട് ഓൺലി പ്രിൻസിപ്പിൾസ്, ദാറ്റ് ഈസ് 14 പ്രിൻസിപ്പിൾസ്. എന്നാൽ ഹെൻറി ഫയോൾ ടെക്നിക്സ് സെറ്റ് ഔട്ട് ചെയ്തിട്ടില്ല, ഡെവലപ്പ് ചെയ്തിട്ടില്ല. 14 തത്വങ്ങൾ മാത്രമാണ് വികസിപ്പിച്ചെടുത്തുള്ളത്. ഈ 14 തത്വങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ 14 തത്വങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് F.W. ടൈലറിനെ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, എന്നാൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, F.W. ടൈലറിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണമായിരുന്നു? 4 എണ്ണം അല്ലേ. ബട്ട് ഫയോൾസ് പ്രിൻസിപ്പിൾസ് ആർ 14. എന്നാൽ ഫയോളിന്റെ പ്രിൻസിപ്പിൾസോ ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് 14 എണ്ണമാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് എന്താണ് എന്നുള്ളതൊക്കെ പഠിക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ F.W. ടൈലറിന്റെ പ്രിൻസിപ്പിൾസ് പഠിച്ചപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് F.W. ടൈലർ ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹെൻറി ഫയോളിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്നതിന് ശേഷം നമുക്ക് അദ്ദേഹത്തിന്റെ 14 പ്രിൻസിപ്പിൾസിലോട്ട് കടക്കാം. We know who is F.W. ടൈലർ and about his book. F.W. ടൈലർ ആരാണെന്നും നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ബുക്ക് നമുക്കറിയാം അല്ലേ. ആരായിരുന്നു? Who was F.W. ടൈലർ? Yes, he was an American mechanical engineer. ആരായിരുന്നു? അമേരിക്കൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. At the same time, Henry Fayol was a French management theorist and mining engineer. എന്നാൽ അതേസമയം ഹെൻറി ഫയോൾ ആരായിരുന്നു? ഫ്രഞ്ച് തിയറിസ്റ്റ് ആണ്, സൈദ്ധാന്തികനാണ്, ഫ്രഞ്ച് സൈദ്ധാന്തികനാണ്. അതേസമയം അദ്ദേഹം ഒരു മൈനിങ് എഞ്ചിനീയറും കൂടെ ആയിരുന്നു. ഇനി മറ്റൊരു കാര്യം നമ്മൾ പഠിച്ചത് F.W. ടൈലറിന് എന്തിന്റെ ഫാദർ ആയിട്ടാണ് അറിയപ്പെടുന്നത്? യെസ്, ഹി ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഏതിൻ്റെയാണ്? ശാസ്ത്രീയ മാനേജ്മെന്റിന്റെ പിതാവ് എന്നാണ് ആരറിയപ്പെടുന്നത്? F.W. ടൈലർ. അപ്പോൾ ഹെൻറി ഫയോൾ ഏത് പേരിലാവും അറിയപ്പെടുന്നത്? എന്തിന്റെ ഫാദർ ആയിരിക്കും? ഹെൻറി ഫയോൾ ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്, ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ്. ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്, മോഡേൺ മാനേജ്മെന്റ് പിതാവ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്, ജനറൽ മാനേജ്മെന്റ് പിതാവ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് F.W. ടൈലറിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് F.W. ടൈലറിന്റെ റൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുസ്തകമായിരുന്നു ഏത്? പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, പബ്ലിഷ്ഡ് ഇൻ 1911. 1911 അദ്ദേഹം പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിന്റെ പുസ്തകമായിരുന്നു ഏത്? പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, ശാസ്ത്രീയ മാനേജ്മെന്റ് തത്വങ്ങൾ. അതിലാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നത് അല്ലേ. എന്നാൽ ഹെൻറി ഫയോളിന്റെ പുസ്തകമായിരുന്നു ഫ്രഞ്ച് ഭാഷയിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്തതായിരുന്നു അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രിയലേറ്റ് ജനറലെ എന്ന് പറയുന്ന പുസ്തകം. അതാണ് നമ്മൾ ഇപ്പൊ അറിയപ്പെടുന്നത് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. നമ്മുടെ ഭാഷയിൽ അറിയപ്പെടുന്നത് ആ പുസ്തകം ഏത് ഭാഷയിലാണ്? ഫ്രഞ്ച് ഭാഷയിൽ അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രിയലൈസ് ജനറലെ. എന്നാൽ ഇൻ ഭാഷയിൽ, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്, പബ്ലിഷ്ഡ് ഇൻ 1949. എന്നാണ് പബ്ലിഷ് ചെയ്തത്? 1949 പബ്ലിഷ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരെന്താണ്?
ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. അതിന്റെ കൂടെ ഫ്രഞ്ച് ഭാഷയിൽ അതിന്റെ പേരും കൂടെ ഒന്ന് പഠിച്ചേക്കുക. അഡ്മിനിസ്ട്രേഷൻ, ഇൻഡസ്ട്രിയൽ, ജനറൽ. ഓക്കെ. ഇനി മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ FW ടൈലറിന്റെ പ്രിൻസിപ്പിൾസും ടെക്നിക്സും പഠിച്ചപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. FW ടൈലർ കോൺസെൻട്രേറ്റ് ചെയ്തത് ലോവർ ലെവൽ മാനേജ്മെന്റിനെ ആയിരുന്നു അല്ലെ. അതായത് എംപ്ലോയീസിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസും ടെക്നിക്സും. എന്നാൽ ഹെൻറി ഫയോൾ കോൺസെൻട്രേറ്റ് ഓൺ ടോപ്പ് ലെവൽ. ഹെൻറി ഫയോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏത് ലെവലിനെയാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെയാണ്. അപ്പൊ ഹെൻറി ഫയോൾ ആരാണെന്നൊക്കെ പറഞ്ഞത് മൈനിങ് എഞ്ചിനീയർ ആയിരുന്നു. എന്തിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത്? മോഡേൺ മാനേജ്മെന്റ്, ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് ഓർ ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ്. പിന്നെ അദ്ദേഹത്തിന്റെ ബുക്ക് ഏതാണ്? ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. അത് ഫ്രഞ്ച് ഭാഷയിൽ പബ്ലിഷ് ചെയ്തതാണ്. ഏത്? അഡ്മിനിസ്ട്രേഷൻ, ഇൻഡസ്ട്രിയൽ ആൻഡ് ജനറൽ. When Taylor succeeded in revolutionizing the working of factory shop floor in terms of functional foremanship, differential pace rate system and method study. അത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് നമ്മൾ പഠിച്ചു. അത് ഫാക്ടറി മാനേജർക്ക് കീഴിൽ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നും രണ്ട് തരത്തിലുള്ള ചുമതലക്കാരെ വർക്ക് എന്ത് ചെയ്യാണ്? ഏൽപ്പിക്കുകയാണ്. അങ്ങനെ പ്ലാനിംഗ് ഇൻചാർജിന് കീഴിൽ 4 ചുമതലക്കാർ അല്ലെ. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനറിയൻ. ഉൽപാദന ചുമതലക്കാരന് കീഴിൽ പ്രൊഡക്ഷൻ ഇൻചാർജിന് കീഴിൽ സ്പീഡ് ബോസ്, ഗാങ് ബോസ്, റിപ്പയർ ബോസ് എന്നിങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ ഇൻസ്പെക്ടേഴ്സ്. ഇങ്ങനെ വ്യത്യസ്ത ആളുകൾക്ക് അവരുടെ കഴിവിനനുസരിച്ച് അവർക്ക് ഓരോ ജോലികൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് നമ്മൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത് അല്ലെ. എല്ലാവരുടെയും ക്വാളിറ്റീസ് ബിസിനസ്സിൽ അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടൈലറിന്റെ മറ്റൊരു കാര്യം നമ്മൾ പഠിച്ചു, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. വ്യത്യസ്ത വേതന നിരക്ക് സമ്പ്രദായം. അതെന്തായിരുന്നു? എഫിഷ്യന്റ് ആയിട്ടുള്ള തൊഴിലാളിക്ക് ഒരു നിരക്കിലുള്ള സാലറി, അതുപോലെ ഇൻഎഫിഷ്യന്റ് ആയ ആൾക്ക് മറ്റൊരു റേറ്റിൽ സാലറി കൊടുക്കുന്നതാണ് ഇത് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം നമ്മൾ പഠിച്ചു. അതുപോലെ മെത്തേഡ് സ്റ്റഡി. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ മാർഗങ്ങളിലൂടെ ഫാക്ടറിയിലെ വിവിധ പ്രവർത്തനങ്ങളിൽ വിപ്ലവകരമായ ചേഞ്ചസ് വരുത്തുക, റവല്യൂഷനൈസ് ചെയ്യുക, വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്നതിലാണ് ടൈലർ എന്ത് ചെയ്യുന്നത്? ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇത്തരം കാര്യങ്ങൾക്കായിരുന്നു ടൈലർ കൂടുതൽ ശ്രദ്ധ നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം ഹെൻറി ഫയോൾ എക്സ്പ്ലെയിൻഡ് what amounts to a manager's work and what principles should be followed in doing this work. എന്നാൽ ഹെൻറി ഫയോൾ വിശദീകരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജർമാരുടെ പ്രവർത്തനങ്ങളുടെ ഫലം എന്താണെന്നും ഈ പ്രവർത്തികൾ ചെയ്യുന്നതിന് സ്വീകരിക്കേണ്ട അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആര് ചർച്ച ചെയ്യുന്നത്? ഹെൻറി ഫയോൾ. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കാണ് ഹെൻറി ഫയോൾ കൂടുതൽ ശ്രദ്ധ നൽകുന്നത്. FW ടൈലർ ശ്രദ്ധ കൊടുത്തത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനും ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിനൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഹെൻറി ഫയോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തിനാണ്? മാനേജർമാരുടെ പ്രവർത്തനങ്ങളുടെ ഫലം എന്താണ് എന്നുള്ളത്. വാട്ട് അമൗണ്ട്സ് ടു മാനേജേഴ്സ് വർക്ക് ആൻഡ് വാട്ട് പ്രിൻസിപ്പിൾസ് ഷുഡ് ബി ഫോളോഡ് ഇൻ ഡൂയിങ് ദിസ് വർക്ക്. അതായത് ഈ പ്രവർത്തികൾ ചെയ്യുന്നതിന് സ്വീകരിക്കേണ്ട അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നത്. അതായത് തൊഴിലാളികളുടെ എഫിഷ്യൻസിക്കാണ് ടൈലർ പ്രാധാന്യം നൽകിയത്, കാര്യക്ഷമതക്കാണ്. എന്നാൽ അതേസമയം ഹെൻറി ഫയോൾ പ്രാധാന്യം നൽകുന്നത് ഏതിനാണ്? ഭരണപരമായ കാര്യക്ഷമതക്കാണ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ മാനേജീരിയൽ എഫിഷ്യൻസിക്കാണ്. ഓക്കെ. ടൈലർ കോൺസെൻട്രേറ്റ് ചെയ്തത് വർക്കേഴ്സ് എഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ ഫയോൾ കോൺസെൻട്രേറ്റ് ചെയ്തത് ഏതാണ്? മാനേജീരിയൽ എഫിഷ്യൻസിക്കാണ്. ടൈലർ കോൺസെൻട്രേറ്റഡ് ഓൺ വർക്കേഴ്സ് എഫിഷ്യൻസി ബട്ട് അറ്റ് ദി സെയിം ടൈം ഫയോൾ കോൺസെൻട്രേറ്റഡ് ഓൺ മാനേജീരിയൽ എഫിഷ്യൻസി. ഭരണപരമായ കാര്യക്ഷമതക്കാണ് ആര് പ്രാധാന്യം കൊടുക്കുന്നത്? ഹെൻറി ഫയോള് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും FW ടൈലറും ഹെൻറി ഫയോളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്ലേ. അപ്പോൾ ഇനി FW ടൈലറിനെ കുറിച്ചിട്ട് നമ്മൾ വളരെ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ പഠിക്കാൻ പോകുന്നത് ആരെ കുറിച്ചാണ്? ഹെൻറി ഫയോളിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി ഹെൻറി ഫയോളിൻ്റെ തത്വങ്ങൾ നമുക്ക് പഠിക്കണം. അതിന് മുന്നേ 1-2 ചെറിയ കാര്യങ്ങളും കൂടെ ഹെൻറി ഫയോളിൻ്റെ കോൺട്രിബ്യൂഷൻസും കൂടെ നമുക്കൊന്ന് പറയാം. അതായത് ഏതൊരു തത്വം പഠിക്കാന്നുണ്ടെങ്കിലും അതിന് പിന്നിലൊരു ഒബ്ജക്റ്റീവ് ഉണ്ടെന്ന് നമുക്കറിയാം, ലക്ഷ്യമുണ്ട് എന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസിനും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ദി ഒബ്ജക്റ്റീവ് ഓഫ് ഹിസ് പ്രിൻസിപ്പിൾ ഈസ് ഓർഗനൈസേഷൻസ് പ്രൊഡക്ഷൻ പ്രോസസ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് എ കോമ്പറ്റിറ്റീവ് എന്റർപ്രൈസ് ദാറ്റ് ഹാസ് ടു കൺട്രോൾ ഇറ്റ്സ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അതായത് ഹെൻറി ഫയോളിന്റെ മാനേജ്മെന്റ് തത്വങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ
സ്ഥാപനത്തിന്റെ മത്സരാധിഷ്ഠിതമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിന്റെ ഉൽപാദന പ്രക്രിയ മെച്ചപ്പെടുത്തുക. അതായത് എങ്ങനെയായിരിക്കണം? ഉൽപാദന ചെലവ് നിയന്ത്രിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിന്റെ ഉൽപാദന പ്രക്രിയകള് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തത്വത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം തത്വ ലക്ഷ്യം എന്താണ്? സ്ഥാപനത്തിന്റെ മത്സരാധിഷ്ഠിതമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിന്റെ ഉൽപാദന പ്രക്രിയ, അതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഉൽപാദന ചെലവ് നിയന്ത്രിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസിന്റെ പിന്നിലുള്ള ഒബ്ജക്റ്റീവ്, ലക്ഷ്യമെന്ന് പറയുന്നത്. We have already studied different management functions. വ്യത്യസ്ത മാനേജ്മെന്റ് ഫംഗ്ഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ? വിചാർദം ഏതൊക്കെയായിരുന്നു? യെസ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡിറക്റ്റിംഗ്, കൺട്രോളിങ്. ആ ഓർഡറിൽ തന്നെ വേണം പറയാൻ കേട്ടോ. ആദ്യം നടക്കുന്ന പ്രോസസ്സ് ഏതാണ്? പ്ലാനിങ് ആണ്. സെക്കൻഡ് ആയിട്ട് നടക്കേണ്ടത് ഓർഗനൈസ് ചെയ്യണം. 3 സ്റ്റാഫിനെ നിയമിക്കണം. 4 മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഡയറക്റ്റിംഗ്. ലാസ്റ്റ് ആണ് ഏത്? കൺട്രോളിങ് അല്ലെ? അപ്പോൾ ഈ ഫങ്ഷൻസ് എല്ലാം, ദീസ് ഫങ്ഷൻസ് ആർ ഫസ്റ്റ്ലി ഐഡന്റിഫൈഡ് ബൈ ഹെൻറി ഫയോൾ. ഈ ഫങ്ഷൻസ് ഒക്കെ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തത്, നിർദ്ദേശിച്ചത് ആരാണ്? ഹെൻറി ഫയോൾ ആണ്. ഹിസ് അനദർ സജഷൻസ് ആർ all the activities of an industrial undertaking could be divided into technical, commercial, financial, security, accounting and managerial for the smooth functioning of an organization. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റു നിർദ്ദേശങ്ങളാണ് ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു വ്യവസായ സംരംഭത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എല്ലാ ആക്ടിവിറ്റീസിനെയും, എല്ലാ പ്രവർത്തനങ്ങളെയും സാങ്കേതികം, ടെക്നിക്കൽ, കൊമേഴ്ഷ്യൽ, വാണിജ്യപരം, ഫിനാൻഷ്യൽ, സാമ്പത്തികം, സെക്യൂരിറ്റി, സുരക്ഷിതത്വപരം, അക്കൗണ്ടിങ് ആൻഡ് മാനേജർ, ഭരണപരം എന്നിങ്ങനെ വിഭജിക്കാം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ വിഭജിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഓർഗനൈസേഷന്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്? മൊത്തം ആക്ടിവിറ്റീസിനെ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. അതായത് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസിന്റെ ലക്ഷ്യം നമ്മൾ പറഞ്ഞ എന്താണ്? ഉൽപാദന ചെലവ് നിയന്ത്രിച്ചുകൊണ്ട് ഉൽപാദന പ്രക്രിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉൽപാദന പ്രക്രിയ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ ഉൽപാദന ചെലവ് എന്ത് വേണം? കുറയുമാണ്. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യേണ്ടി വരും? സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. He also suggested that a manager must possess some qualities like physical, moral, education, knowledge and experience. കൂടാതെ അദ്ദേഹത്തിന്റെ മറ്റൊരു നിർദ്ദേശമാണ്, അതായത് ഒരു മാനേജർക്ക് അറ്റ്ലീസ്റ്റ് ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് മാനേജർമാർക്ക് ധാർമ്മിക ഗുണങ്ങൾ ഉണ്ടായിരിക്കണം, ശാരീരിക ഗുണങ്ങൾ ഉണ്ടായിരിക്കണം, വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, അറിവ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം, ജ്ഞാനം ഉണ്ടായിരിക്കണം. ഇവയൊക്കെ ആർക്ക് അനിവാര്യമാണ്? ഒരു മാനേജർക്ക് അനിവാര്യമാണ്, അല്ലെങ്കിൽ അത്യാവശ്യമാണ് എന്നുള്ളതും കൂടി ആരുടെ അഭിപ്രായമാണ്? ഹെൻറി ഫയോളിന്റെ അഭിപ്രായമാണ്. അപ്പൊ മാനേജ്മെന്റ് ഫങ്ഷൻസ് നിർദ്ദേശിച്ചത് 5 മാനേജ്മെന്റ് ഫങ്ഷൻസ് ആയിട്ടുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡിറക്റ്റിംഗ്, കൺട്രോളിംഗ് നിർദ്ദേശിച്ചത് ആരാണ്? ഹെൻറി ഫയോൾ ആണ്. അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എല്ലാ ആക്ടിവിറ്റീസിനെയും ടെക്നിക്കൽ, കൊമേഴ്ഷ്യൽ, ഫിനാൻഷ്യൽ, സെക്യൂരിറ്റി, അക്കൗണ്ടിംഗ് ആൻഡ് മാനേജീരിയൽ എന്ന് ഡിവൈഡ് ചെയ്തതും ആരാണ്? ഹെൻറി ഫയോൾ ആണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ മറ്റൊരു സജഷനാണ് എന്ത്? ഒരു മാനേജർക്ക് ചില ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. അതാണ് എന്ത് ക്വാളിറ്റീസ് ആണ്? ഫിസിക്കൽ ആയിട്ടുള്ള ശാരീരികമായ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം, മോറൽ ആയിട്ടുണ്ടായിരിക്കണം, ധാർമ്മിക ഗുണങ്ങൾ ഉണ്ടായിരിക്കണം, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, നോളേജ് അറിവ് ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ആർക്ക് അനിവാര്യമാണ്? ഒരു മാനേജർക്ക് അനിവാര്യമാണ് എന്നുള്ളതും അദ്ദേഹം നിർദ്ദേശിച്ചു. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ മറ്റൊരു നിർദ്ദേശമാണ് എന്ത്? ഹിസ് അനദർ സജഷൻ ഈസ് നമ്പർ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ലിമിറ്റ്ലെസ്. അതായത് അദ്ദേഹത്തിന്റെ മറ്റൊരു അഭിപ്രായമാണ് മാനേജ്മെന്റ് തത്വങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അത് ലിമിറ്റ്ലെസ് ആണ്, അത് പരിധിയില്ലാത്തതാണ്. അതായത് ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ഈ പരിധിയില്ലാത്ത ഈ തത്വങ്ങളെല്ലാം ഒരേപോലെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതും അദ്ദേഹം വിശ്വസിച്ച ഒരു കാര്യമാണ്. അതായത് ലിമിറ്റ്ലെസ് ആയിട്ടുള്ള തത്വങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. ആ തത്വങ്ങൾ എന്ത് ചെയ്യണം? ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആ തത്വങ്ങളൊക്കെ ഒരുപോലെ എന്ത് ചെയ്യണം? പ്രവർത്തിക്കുകയും ചെയ്യണം. He believed that
in order to improve an organization's operations. These principles should be coordinate or assembled. അതായത് ലിമിറ്റ്ലെസ് ആയിട്ടുള്ള മാനേജ്മെന്റ് തത്വങ്ങളുണ്ട്. പക്ഷെ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഈ തത്വങ്ങളെല്ലാം എന്ത് ചെയ്യണം? കോഓർഡിനേറ്റ് ചെയ്യണം. Thus he developed 14 principles of management. അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ഈ 14 മാനേജ്മെന്റ് തത്വങ്ങൾ അദ്ദേഹം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 14 മാനേജ്മെന്റ് തത്വങ്ങൾ എന്നുള്ളത്. ജസ്റ്റ് ആദ്യം നമുക്ക് ലിസ്റ്റ് ചെയ്യാം. എന്നതിന് ശേഷം ആ 14 എണ്ണത്തിൽ നിന്ന് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ 14 പ്രിൻസിപ്പിൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ഓർഡറിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്, ട്രിക്ക് ഉണ്ട് എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ട്രിക്ക് ഈ 14 പ്രിൻസിപ്പിൾസും നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം ലാസ്റ്റിലാണ് തരാം കേട്ടോ. 3 വീഡിയോ ആക്കിയിട്ടാണ്, 3 പാർട്ടാക്കിയിട്ടായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തിലാണ് ഇതിൻ്റെ ട്രിക്ക് തരാം കേട്ടോ, ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓർഡറിൽ 14 പ്രിൻസിപ്പിൾസ് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ division of work, second one authority and responsibility, third one discipline, fourth one unity of command, fifth one unity of direction, sixth one subordination of individual interest to general interest, seventh one remuneration of employees, eighth one centralization and decentralization, ninth scalar chain, 10th order, 11th equity, 12th stability of tenure, and 13th initiative, and last one esprit de corps. അപ്പോൾ ഈ 14 പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ മലയാളം നിങ്ങൾക്ക് നോട്ട്സിൽ തരുന്നുണ്ട്. പിന്നെ കൃത്യമായിട്ട് ഓരോന്നും ഓരോ പ്രിൻസിപ്പിൾ എടുത്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മലയാളം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Firstly, let's discuss the first principle, that is division of work, തൊഴിൽ വിഭജനം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഡിവിഷൻ ഓഫ് വർക്ക്. അപ്പോൾ എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക്? തൊഴിൽ വിഭജനം. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. തൊഴിലിന് എന്ത് ചെയ്യുക? വിഭജിക്കുക. നമുക്കൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞു നോക്കാം. ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ, അതായത് ഒരു ഫർണിച്ചറിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ ആണെന്ന് സപ്പോസ് ചെയ്യാം. ആ മാനുഫാക്ചറിങ് കമ്പനിയിലെ മാനേജർ ക്യാൻ ഡിവൈഡ് ദി ഓൾ വർക്ക് ഇൻ ടു സ്മോൾ പാർട്സ്. അതിലുള്ള മൊത്തം ഫർണിച്ചർ ഉണ്ടാക്കുക എന്നുള്ള മൊത്തം ജോലിയെ ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് വിഭജിച്ച് കൊടുക്കുകയാണ് മാനേജർ. ദാറ്റ് ഈസ് വൺ പേഴ്സൺ ക്യാൻ ബി ആസ്ക്ഡ് ടു കട്ട് ദി വുഡ് ആസ് പീസസ്. ഒരാളോട് പറയുകയാണ് എന്ത്? ആ മരം മൊത്തം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കൂ. വൺ ടു ജോയിൻ ദ, മറ്റൊരാളോട് പറയണം അതെല്ലാം ജോയിൻ ചെയ്ത് വെക്കാൻ, കൂട്ടി യോജിപ്പിക്കാൻ, എന്തെങ്കിലും അതൊരു ഫർണിച്ചർ ആവുള്ളൂ അല്ലേ. വൺ ടു പോളിഷ്, മറ്റൊരാളോട് പറയണം എന്ത്? അത് പോളിഷ് ചെയ്യാൻ. വൺ ടു ഗിവിങ് ഫിനിഷിംഗ് ടച്ച്, അവസാനത്തെ ചില ഫിനിഷിംഗ് ടച്ചുകൾ നടത്താൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തരെയും ഓരോ ജോലി എന്ത് ചെയ്യാണ്? ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ വിഭജിച്ചു കൊടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിവിഷൻ ഓഫ് വർക്ക്, തൊഴിൽ വിഭജനം എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് അങ്ങനെ നടത്തുന്നത്? എന്താ അതുകൊണ്ടുള്ള മെച്ചം? ത്രൂ ദിസ് ഈച്ച് പേഴ്സൺ വിൽ ബിക്കം സ്പെഷ്യലൈസ്ഡ് ഇൻ ഹിസ് പാർട്ട് ഓഫ് ജോബ് ആൻഡ് എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഇംപ്രൂവ്സ്. അതായത് ഇങ്ങനെ വിഭജിച്ചു കൊടുക്കുന്നതിലൂടെ ഓരോരുത്തരും അവരുടെ ജോലിയിൽ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യും. അവരിൽ കൂടുതൽ വിദഗ്ധരായിട്ട് മാറും. അതുപോലെ തന്നെ അവർക്ക് എഫക്റ്റീവ്നെസ് ഉണ്ടാവും, ഫലപ്രാപ്തി ഉണ്ടാവും. അതുപോലെ തന്നെ കാര്യക്ഷമതയും അവർക്ക് എന്ത് ചെയ്യാം? വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ പാർട്സ് ആയിട്ട് വിഭജിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഡിവിഷൻ ഓഫ് വർക്ക്. അപ്പോൾ നമുക്ക് പറയാൻ നോക്കാം എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ളതിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ഓൾ വർക്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ടാസ്ക്സ് ഓർ ജോബ്സ് ഇൻസ്റ്റെഡ് ഓഫ് അസൈനിങ് ദി ഓൾ വർക്ക് ടു വൺ പേഴ്സൺ. അതായത് ഈ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് മൊത്തം ജോലിയെ ഒരു വ്യക്തിക്ക് മാത്രം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് പകരം അതിനെന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ ജോലികളായിട്ട് വിഭജിക്കുന്നു. അപ്പൊ അങ്ങനെ വിഭജിച്ചാൽ എന്താണ് മെച്ചം? നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ വിഭജിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആർക്കോ എങ്ങനെയൊക്കെയോ ജോലി വിഭജിച്ച് കൊടുക്കുകയല്ല. ആ ജോലി ചെയ്യാനുള്ള കഴിവും യോഗ്യതയും ജ്ഞാനവും ഉള്ള വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ ജോലി വിഭജിച്ച് കൊടുക്കുള്ളൂ. എന്നിട്ട് അതിൽ അയാൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാനും പറ്റുള്ളൂ. അല്ലാതെ ആ ജോലിയെ കുറിച്ച് സാമാന്യ ബോധം പോലും ഇല്ലാത്ത, സാമാന്യ അറിവ് പോലും ഇല്ലാത്ത ഒരാൾക്ക് ജോലി വിഭജിച്ച് കൊടുക്കുന്നതിൽ അതിൽ സ്പെഷ്യലൈസേഷൻ വരുത്താനായിട്ട് പറ്റുമോ? ഇല്ല. എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസി ഒന്നും വർദ്ധിപ്പിക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നു ദി വർക്ക് അസൈൻഡ് ടു വൺ പേഴ്സൺ അക്കോർഡിംഗ് ടു ഹിസ് കേപ്പബിലിറ്റി, എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്, വിഭജിച്ച് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഓരോ വ്യക്തിയുടെയും
കഴിവിനും അനുഭവജ്ഞാനത്തിനും യോഗ്യതക്കും അനുസരിച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഓരോ ജോലിയും ഏൽപ്പിച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ഏൽപ്പിച്ച് കൊടുത്തതിന് ശേഷം അവർ ആ ജോലി വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അതിൽ അവർക്ക് എന്ത് ചെയ്യാം, പെർഫെക്റ്റ് ആവാനും പറ്റും, കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആവാനും പറ്റും, കൂടുതൽ വിദഗ്ധരാവാനും പറ്റും. When a person is performing a job again and again, he will become perfect and specialized in doing that job, and thus their efficiency will improve. അങ്ങനെ ഒരു വ്യക്തി ഒരേ ജോലി വീണ്ടും വീണ്ടും അയാൾ ചെയ്യുമ്പോൾ, അയാൾ നിർവഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ, ആ തൊഴിലിൽ അയാൾ എന്താവും, അയാൾ പരിപൂർണനായി തീരും. അതായത് അയാൾ വിദഗ്ധനായിട്ട് തീരും. അതിലൂടെ അയാൾക്ക് എന്ത് ചെയ്യാനും പറ്റും, കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും പറ്റും. അങ്ങനെ നമുക്ക് പറയാം, ഈ ഡിവിഷൻ ഓഫ് വർക്ക് അല്ലെങ്കിൽ തൊഴിൽ വിഭജനം എന്നുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. ഡിവിഷൻ ഓഫ് വർക്ക് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. അതായത് തൊഴിൽ വിഭജനം എന്ന് പറയുന്നത് വൈദഗ്ധ്യവൽക്കരണത്തിലേക്ക് എന്ത് ചെയ്യുന്നു, നയിക്കുന്നു. അത് മാത്രമല്ല, അതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ട്. ഈ തൊഴിൽ വിഭജനത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദി ഇന്റന്റ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് ഈസ് ടു പ്രൊഡ്യൂസ് മോർ ആൻഡ് ബെറ്റർ. അതായത് തൊഴിൽ വിഭജനം ലക്ഷ്യമിടുന്നത് എന്താണ്, കൂടുതൽ ഉൽപാദനവും അതുപോലെ തന്നെ മെച്ചപ്പെട്ട ഒരു ജോലി, കൂടുതൽ സാധനം ഉൽപ്പാദിപ്പിക്കാനും കഴിയും, മെച്ചപ്പെട്ട ഒരു ജോലി അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനും പറ്റും. എന്തുകൊണ്ട്, തൊഴിൽ വിഭജനം കൊണ്ട്. അപ്പൊ തൊഴിൽ വിഭജനം ലക്ഷ്യമിടുന്നതും അത് തന്നെയാണ്. ഇനി കൂടാതെ ഫയോൾ പറയുന്നു, ഫയോൾ അപ്ലൈസ് ദിസ് പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് to all kinds of work, technical as well as manager. ഇങ്ങനെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുവാനും സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ട് ഫയോൾ പറയുന്നത് എന്താണ്, അവിടെ സാങ്കേതികമെന്നോ ഭരണപരമെന്നോ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാതരം ജോലികളിലും ഈ തൊഴിൽ വിഭജനം എന്ത് ചെയ്യാവുന്നതാണ്, പ്രയോഗത്തിൽ കൊണ്ടുവരാവുന്നതാണ്. അല്ലാതെ ഇന്ന ബിസിനസ് ഫീൽഡിൽ എന്ന് മാത്രമല്ല, ഗവൺമെന്റ് ഓഫീസുകളിലാവാം, അതുപോലെ മാനുഫാക്ചറിങ് കമ്പനികളിലാവാം, ഹോസ്പിറ്റലുകളിലാവാം, എവിടെ തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഡിവിഷൻ ഓഫ് വർക്ക്, തൊഴിൽ വിഭജനം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ബിസിനസ് ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ ഫിനാൻസ്, നേരത്തെ നമ്മൾ പറഞ്ഞു, വുഡ് കട്ട് ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കുന്നു, പോളിഷ് ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കുന്നു, ഫിനിഷിംഗ് ടച്ച് ഒരാളെ ഏൽപ്പിക്കുന്നു നമ്മൾ പറഞ്ഞു. അതുപോലെ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലോ ഫിനാൻസിന്റെ കാര്യങ്ങൾ ഒരാളെ ഏൽപ്പിക്കും, മാർക്കറ്റിംഗ് മറ്റൊരാളെ, പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കുന്നു. അതുപോലെ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിന്റെ, മാനേജേഴ്സിന്റെ, റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും അല്ലെ, അതേപോലെ ക്യാഷ് കൗണ്ടർ, അങ്ങനെ ഒരുപാട് തലങ്ങളുണ്ടാവും. അപ്പൊ എല്ലാ ഏത് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ എന്ത് ചെയ്യാം, തൊഴിൽ വിഭജനം സാധ്യമാണ്. അപ്പൊ ഇതിൽ നിന്നുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ ഒന്ന് സ്പെഷ്യലൈസേഷൻ ആണ്, അതായത് വൈദഗ്ധ്യവൽക്കരണം നേടാം. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണ്, എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ഔട്ട്പുട്ട്, ഫലപ്രദവും കാര്യക്ഷമവുമായ ഉൽപ്പന്നം ലഭിക്കും. പിന്നെ മറ്റൊന്ന് എന്താണ്, അതായത് കൂടുതൽ ഉൽപാദനവും മെച്ചപ്പെട്ട ജോലിയും, ടു പ്രൊഡ്യൂസ് മോർ ആൻഡ് ബെറ്റർ വർക്ക്. ഇത്രയൊക്കെ ലക്ഷ്യങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്, ഈ ഡിവിഷൻ ഓഫ് വർക്ക് നടത്തുന്നതിന് പിന്നിലുള്ള. അതുകൊണ്ട് തന്നെയാണ് ഈ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന തത്വം ആര് സജസ്റ്റ് ചെയ്യുന്നത്, ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പ്രിൻസിപ്പിൾ ഈസ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, അധികാരവും ഉത്തരവാദിത്വവും. അപ്പൊ എന്താണ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അധികാരം അല്ലെ. അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു തീരുമാനം എടുക്കാനുള്ള ഒരാളുടെ അവകാശമാണ് അയാളുടെ എന്തെന്ന് പറയുന്നത്, അധികാരം എന്ന് പറയുന്നത്. നമ്മളൊക്കെ തമാശയൊക്കെ പറയാറുണ്ട്, ചില ആളുകൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള അധികാരം എന്താ അവർക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അതായത് എന്താണ്, ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അധികാരം എന്ന് പറയുന്നത്. എന്നാൽ റെസ്പോൺസിബിലിറ്റിയോ, ഉത്തരവാദിത്വം. എന്തായിരിക്കും ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ, അതായത് ഒരാളെ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് നിറവേറ്റാനുള്ള അയാളുടെ ബാധ്യതയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതോറിറ്റി മീൻസ് ദി റൈറ്റ് ഓഫ് എ പേഴ്സൺ ടു ഗിവ് ഓർഡർ ടു ദി സബോർഡിനേറ്റ്സ് ആൻഡ് ടു ടേക്ക് ഡിസിഷൻ. അതായത് അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബോർഡിനേറ്റിന്, അതായത് കീഴ് ജീവനക്കാർക്ക് ഉത്തരവുകൾ നൽകുവാനും തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അവകാശമാണ് എന്തെന്ന് പറയുന്നത്, അതോറിറ്റി എന്ന് പറയുന്നത്. എന്നാൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, റെസ്പോൺസിബിലിറ്റി മീൻസ് ദി ഒബ്ലിഗേഷൻ ടു പെർഫോം ദി അസൈൻഡ് ടാസ്ക് ആൻഡ് ടു അച്ചീവ് ദി സ്പെസിഫിക് ഗോൾസ്. അതായത് ഒരു നിശ്ചിത ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കപ്പെട്ട ജോലി അത് നിർവഹിക്കുന്നതിന് അയാൾ കാണിക്കുന്ന ബാധ്യതയാണ്, അല്ലെങ്കിൽ അത് നിർവഹിക്കുന്നതിനുള്ള അയാളുടെ ബാധ്യതയാണ് എന്തെന്ന് പറയുന്നത്, ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു വ്യക്തിക്ക് നമ്മൾ അധികാരം നൽകുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അതിന് ഉത്തരവാദിയാണ്.
അതായത് ഒരാൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് റോ മെറ്റീരിയൽസ് വാങ്ങണം. അപ്പോൾ അത് റോ മെറ്റീരിയൽസ് വാങ്ങുക എന്നുള്ളത് അയാളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഉത്തരവാദിത്വമാണ്. എന്നാലോ ആ റോ മെറ്റീരിയൽസ് വാങ്ങാനുള്ള അനുമതി അയാൾക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തെന്ന് പറയാം? അധികാരം നൽകുന്നു എന്ന് പറയാം. അപ്പോൾ ഒരു വ്യക്തിക്ക് അധികാരം നൽകുന്നുവെങ്കിൽ അയാൾ അതിനെന്താവണം? റെസ്പോൺസിബിൾ ആവണം, ഉത്തരവാദി ആവണം. അല്ലാതെ അധികാരം മാത്രം കൊടുത്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരു ജോലിയുടെ ഉത്തരവാദിത്വം ഒരു വ്യക്തിക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ ആ ജോലി നിർവഹിക്കാൻ വേണ്ടത്ര അധികാരം എന്ത് ചെയ്യണം? നൽകണം. അല്ലാതെ ജോലി നിർവഹിക്കാൻ ഉള്ള ഉത്തരവാദിത്വം മാത്രം നൽകിയാൽ പോരാ, അതിനുള്ള അധികാരവും അയാൾക്ക് എന്ത് ചെയ്യണം? നൽകണം. If the authority is given to a person, he should also be made responsible. അതായത് ഒരാൾക്ക് അധികാരം നൽകുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അതിന് റെസ്പോൺസിബിൾ ആയിരിക്കണം, അയാൾ അതിന് ഉത്തരവാദിയാവണം. Similarly, if a person is made responsible for a task, he should be given sufficient authority for doing the work. അതുപോലെ തന്നെ ഒരു ജോലിയുടെ ഉത്തരവാദിത്വം ഒരു വ്യക്തിയെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജോലി നിർവഹിക്കാൻ വേണ്ടത്ര അധികാരവും നൽകണം. അല്ലാതെ അയാൾക്ക് ഉത്തരവാദിത്വം മാത്രം നൽകിയാൽ പോരാ. അതായത് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഈ അധികാരവും ഉത്തരവാദിത്വം തമ്മിൽ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് അധികാരവും ഉത്തരവാദിത്വവും തുലനം ചെയ്യപ്പെടണം. അതല്ലാതെ അധികാരം മാത്രമോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി മാത്രമോ ഒരിക്കലും പാടില്ല. രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്യണം എന്നുള്ളതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. അത് നമുക്കൊന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അതായത് ഇപ്പോൾ ഒരു സെയിൽസ് മാനേജർ ഒരു കസ്റ്റമറുമായിട്ട് ഒരു ഡീൽ ഉറപ്പിക്കുകയാണ്. അതായത് കസ്റ്റമർക്ക് 35 ദിവസത്തേക്ക് സാധനങ്ങൾ കടമായി നൽകാമെന്ന് കസ്റ്റമറോട് ഒരു ഡീൽ വെക്കുകയാണ് ആര്? സെയിൽസ് മാനേജർ. അപ്പോൾ അങ്ങനെ നൽകുകയാണെന്നുണ്ടെങ്കിൽ ആ 35 ദിവസത്തിന് ശേഷം ഒരു കടമായിട്ടാണ് നൽകുന്നത്, 35 ദിവസത്തേക്കാണ്. അപ്പോൾ 35 ദിവസം കഴിഞ്ഞാൽ ആ കസ്റ്റമറിൽ നിന്ന് സെയിൽസ് മാനേജർക്ക് എന്ത് ചെയ്യും? ഒരുപാട് ക്യാഷ് കിട്ടും അല്ലേ, നല്ലൊരു തുക കിട്ടും. എന്നാൽ 20 ദിവസത്തേക്ക് കടം നൽകാനുള്ള അനുവാദം ആർക്ക് ലഭിച്ചിട്ടുള്ളൂ? ഈ മാനേജർക്ക് ലഭിച്ചിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? സെയിൽസ് മാനേജർ കസ്റ്റമറായിട്ട് ഒരു ഡീല് വെക്കുകയാണ്. അതായത് കസ്റ്റമർക്ക് 35 ദിവസത്തേക്ക് കടമായിട്ട് ഇത്ര രൂപയുടെ സാധനം നൽകാമെന്ന്. അങ്ങനെ 35 ദിവസത്തിന് ശേഷം ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് നൽകുക. അപ്പോൾ ആ 1 ലക്ഷം രൂപ എന്ത് ചെയ്യും? 35 ദിവസത്തിന് ശേഷം ആർക്ക് കിട്ടും? സെയിൽസ് മാനേജർക്ക് കിട്ടും. എന്നാൽ മാനേജർക്ക് അതിനുള്ള അനുവാദം ലഭിച്ചിട്ടില്ല. 20 ദിവസത്തെ കടം നൽകാനേ പാടുള്ളൂ എന്നുള്ളതാണ് അനുമതി ലഭിച്ചത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സെയിൽസ് മാനേജറുടെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ ബാലൻസ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? അതായത് അയാൾക്ക് മുഴുവനായിട്ടുള്ള അധികാരം എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തില്ല. കടം നൽകാം എന്നുള്ള ഉത്തരവാദിത്വം അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? നിറവേറ്റുന്നുണ്ട്, കടം നൽകുന്നുണ്ട്. പക്ഷെ 35 ദിവസത്തേക്ക് നൽകാനുള്ള അധികാരം അതോറിറ്റി അവിടെ നൽകിയിട്ടില്ല. അത് എത്ര ദിവസത്തേക്കേ നൽകിയിട്ടുള്ളൂ? 20 ദിവസത്തേക്ക്. അപ്പോൾ ഇത് രണ്ടും 35ഉം 20ഉം തമ്മിൽ ബാലൻസ് ചെയ്യുമോ? ഇല്ല, അവിടെ ദിവസങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ സെയിൽസ് മാനേജറുടെ അതോറിറ്റിയും അധികാരവും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അത് പാടില്ല. ഈ പ്രിൻസിപ്പിൾ പ്രകാരം രണ്ടും എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. അതായത് കടമായിട്ട് നൽകാം എന്നുള്ള ഒരു അനുമതി നൽകുകയാണെന്നുണ്ടെങ്കിൽ ആ 35 ദിവസത്തിന് കടം നൽകാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? സെയിൽസ് മാനേജർക്ക് ഉണ്ട്. അപ്പോൾ അവിടെ 20 ദിവസമായിട്ട് കുറക്കാനായിട്ട് പാടില്ല. അവിടെ 35 ദിവസത്തേക്ക് നൽകാം എന്നുള്ള ഒരു അധികാരം കൂടി ആർക്ക് കൈമാറേണ്ടതുണ്ടായിരുന്നു? സെയിൽസ് മാനേജർക്ക് കൈമാറേണ്ടതായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു അസന്തുലിതാവസ്ഥ നിലനിൽക്കാൻ പാടില്ല. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. മറ്റൊരു എക്സാമ്പിളോടെ പറയുകയാണെന്ന് പറയാം. ഇഫ് എ പേഴ്സൺ ഈസ് ഗിവൺ റെസ്പോൺസിബിലിറ്റി ടു പ്രൊഡ്യൂസ് 50 യൂണിറ്റ്സ് ഇൻ 5 days, but he is not given authority to purchase raw materials, he could not complete the target of producing 50 units on time. അതായത് ഒരു വ്യക്തിക്ക് ഉത്തരവാദിത്തം നൽകണം, 50 യൂണിറ്റ് 5 ദിവസം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം, ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്തം ബാധ്യത അയാൾക്ക് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഹി ഈസ് നോട്ട് ഗിവൺ അതോറിറ്റി ടു പർച്ചേസ് റോ മെറ്റീരിയൽസ്. എന്നാലോ 5 ദിവസം കൊണ്ട് 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് വേണം? റോ മെറ്റീരിയൽസ് വേണ്ടേ? അസംസ്കൃത വസ്തുക്കൾ ഇല്ലാതെ അയാൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനുള്ള അതോറിറ്റി അധികാരം ഒട്ടും നൽകിയിട്ടുമില്ല.
അപ്പോൾ എന്താ സംഭവിക്കുക? ഹി കുഡ് നോട്ട് കംപ്ലീറ്റ് ദി ടാർഗറ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 50 യൂണിറ്റ്സ് ഓൺ ടൈം. അയാൾക്ക് 50 യൂണിറ്റ് ആ പറഞ്ഞ സമയത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി നമ്മൾ ബാലൻസ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ശരിക്കും എന്ത് വേണമായിരുന്നു? 50 യൂണിറ്റ് 5 ദിവസം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് വാങ്ങാനുള്ള അതോറിറ്റി അയാൾക്ക് നൽകിയാൽ മാത്രമേ അയാളുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിറവേറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഈ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. അതോറിറ്റി കൂടുതലും കൊടുക്കുക, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി കൂടുതൽ കൊടുക്കുക, അതോറിറ്റി കുറഞ്ഞ നൽകുക, അങ്ങനെ പാടില്ല. രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഒരു മാനേജർക്ക് അയാളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനാവശ്യമായ അധികാരം എപ്പോഴും എന്ത് ചെയ്യണം? നൽകണം. അതായത് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം പോരാ, അത് നിർവഹിക്കാനുള്ള അധികാരം കൂടിയും നൽകിയിരിക്കണം. അപ്പോൾ എന്താണ് ഈ പ്രിൻസിപ്പിൾ കൊണ്ടുള്ള ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് നോക്കാം. നോ മിസ് യൂസ് ഓഫ് അതോറിറ്റി. അധികാരം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല. കാരണം അധികാരം നൽകുന്നതോടൊപ്പം എന്തും നൽകുന്നുണ്ട്, ഉത്തരവാദിത്തങ്ങളും നൽകുന്നുണ്ട്. ഈ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും എന്ത് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു അല്ലെ. ഒന്ന് കുറച്ചും ഒന്ന് അധികം ഒരിക്കലും നൽകാനായിട്ട് പാടില്ല. അധികാരം നൽകുന്നതോടൊപ്പം ഉത്തരവാദിത്വം നൽകണം, ഉത്തരവാദിത്വം നൽകുന്നതോടൊപ്പം ആ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള അധികാരവും നൽകണം. രണ്ടും നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അധികാരങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ദുരുപയോഗപ്പെടുത്തുന്നില്ല. രണ്ടാമത്തെ ബെനഫിറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ഡെഫിനിഷൻ ഓഫ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. അതായത് മേലധികാരിയും കീഴുദ്യോഗസ്ഥനും തമ്മിൽ നല്ല ഒരു ബന്ധം അവിടെ നിർവചിക്കാൻ കഴിയും, വ്യക്തമായൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും. കാരണം ഈ സുപ്പീരിയർ ആണ് എന്ത് ചെയ്യുന്നത്, അതോറിറ്റി നൽകുന്നത്, സബോർഡിനേറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടത്. അപ്പോൾ ഇവർ രണ്ടും തമ്മിൽ എന്തുണ്ടായിരിക്കും, അവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് സ്ഥാപിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ പറയുന്നത്. കുറച്ച് സമയം എടുത്ത് എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി തേർഡ് പ്രിൻസിപ്പിളാണ് ഡിസിപ്ലിൻ, അച്ചടക്കം. അച്ചടക്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കാര്യം തന്നെയാണ്, എപ്പോഴും പറയുന്ന ഒരു വേർഡാണ് അല്ലേ, ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അച്ചടക്കം അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥാപനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് അവിടെ എന്ത് അത്യാവശ്യമാണ്, അച്ചടക്കം അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് ഹൈലി എസെൻഷ്യൽ ഫോർ സ്മൂത്ത് റണ്ണിങ് ഓഫ് ദി ഓർഗനൈസേഷൻ. സ്ഥാപനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് അച്ചടക്കം എന്താണ്, അത്യാവശ്യമാണ്. അപ്പോൾ എന്താണ് ഈ അച്ചടക്കം എന്നുള്ള അർത്ഥമാക്കുന്നത്? ഇറ്റ് മീൻസ് ഒബീഡിയൻസ്, റെസ്പെക്ട് ഓഫ് അതോറിറ്റി ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് അച്ചടക്കം എന്ന് പറഞ്ഞാൽ എന്താണ്, അനുസരണ, റെസ്പെക്ട് ഓഫ് അതോറിറ്റി, അധികാര ബഹുമാനം, അതോറിറ്റിയെ ബഹുമാനിക്കല്, അതുപോലെ തന്നെ റെഗുലേഷൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ നിയന്ത്രണങ്ങൾ എന്നൊക്കെയാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, അച്ചടക്കം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ നമുക്ക് ഫയോളിന്റെ അഭിപ്രായത്തിൽ എന്താ പറയാൻ നോക്കാം. അക്കോർഡിംഗ് ടു ഫയോൾ ഇറ്റ് ഈസ് റിക്വയർഡ് നോട്ട് ഓൺലി ഓൺ ദി പാർട്ട് ഓഫ് വർക്കേഴ്സ് ബട്ട് ഓൾസോ ഓൺ ദി പാർട്ട് ഓഫ് മാനേജ്മെന്റ് പീപ്പിൾ. അതായത് ഫയോളിന്റെ അഭിപ്രായത്തിൽ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് മാത്രം അച്ചടക്കം ഉണ്ടായാൽ പോരാ, ആരുടെ ഭാഗത്തു നിന്നും വേണം, ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്നും വേണം. അതായത് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും എന്തുണ്ടായിരിക്കണം, അച്ചടക്കം അത്യാവശ്യമാണ്. അതായത് തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും അച്ചടക്കം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അച്ചടക്കം ഉണ്ടായിരിക്കണം. ഈ അച്ചടക്കം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എല്ലാ തലങ്ങളിലും ആരും ഉണ്ടായിരിക്കും, ഒരു മേലുദ്യോഗസ്ഥനും ഉണ്ടായിരിക്കും. അപ്പോൾ ആ മേലുദ്യോഗസ്ഥരും ആവശ്യമാണ് എന്നുള്ളതാണ് ഫയോൾ പറയുന്നത്. ടു എൻഷുർ ഡിസിപ്ലിൻ റിക്വയേഴ്സ് ഗുഡ് സുപ്പീരിയേഴ്സ് അറ്റ് ഓൾ ലെവൽസ്. എല്ലാ തലങ്ങളിലും ഒരു മേലുദ്യോഗസ്ഥൻ വേണം. എന്തിന്, ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. A well-disciplined workforce is essential for improving the quality and quantity of production. അതായത് ഉൽപ്പന്നങ്ങളുടെ അളവും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഗുണനിലവാരവും ഒക്കെ മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല അച്ചടക്കമുള്ള ഒരു വർക്ക് ഫോഴ്സ്, ഒരു തൊഴിൽ ശക്തി അവിടെ എന്താണ്, അത്യാവശ്യമാണ്. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഡിവിഷൻ ഓഫ് വർക്ക് എന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അത് രണ്ട് നമ്മളുടെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് ഡിസിപ്ലിൻ അത്രക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നമ്മളൊരു ഡിസിപ്ലിൻ എന്നുള്ളതും നമ്മളൊരു പ്രിൻസിപ്പിളായിട്ട് പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ്
അത് വളരെ വേഗത്തിൽ പറഞ്ഞു തീർത്തത്. ഇനി അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്? അത് തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ, അച്ചടക്കം എന്തിനാണ് ആവശ്യമായിട്ടുള്ളത്? ഒരു സ്ഥാപനത്തിന്റെ സ്മൂത്ത് റണ്ണിങ്ങിന്, സുഗമമായ പ്രവർത്തനത്തിന്. അപ്പോൾ ഒരു ബെനിഫിറ്റ് എന്തുതന്നെയാണ്? സ്മൂത്ത് റണ്ണിങ് ഓഫ് ദി ഓർഗനൈസേഷൻ. സ്ഥാപനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് എന്താവശ്യമാണ്? ഡിസിപ്ലിൻ ആവശ്യമാണ്. അതുപോലെ ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി, അതെന്ത് ചെയ്യാൻ പറ്റും? കാര്യക്ഷമത മെച്ചപ്പെടുത്താനും സാധിക്കും നല്ല അച്ചടക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിലുള്ള ധാരണ പ്രകാരം അധികം ശമ്പളമില്ലാതെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അധിക സമയം ജോലി ചെയ്യുന്നത് കരുതാം. വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിൽ ഒരു ധാരണ പ്രകാരം അധികം ശമ്പളമൊന്നും ഇല്ലാതെ സ്ഥാപനത്തിന് വേണ്ടി കൂടുതൽ സമയം വർക്കേഴ്സ് എന്ത് ചെയ്യാണ്? ജോലി ചെയ്യുന്നത് കരുതാം. അങ്ങനെ എന്ത് ജോലിയാണോ അവർ ചെയ്യുന്നത്, ആ ജോലി, അതായത് ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ കൂലി വർദ്ധിപ്പിച്ച് നൽകാമെന്ന് മാനേജ്മെന്റ് വാഗ്ദാനം ചെയ്യുന്നു എന്ന് കരുതുക. അതായത് ജോലി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂലി വർദ്ധിപ്പിച്ച് നൽകുമെന്ന വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്? അധിക ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവരെന്ത് ചെയ്യാണ്? പരസ്പര ബഹുമാനത്തോടു കൂടി വാക്ക് പാലിക്കുകയാണ്. അതായത് വർക്കേഴ്സിന് മാനേജ്മെന്റിന് വിശ്വാസമാണ്. മാനേജ്മെന്റ് പറഞ്ഞത് ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ വർക്കേഴ്സ് എന്ത് ചെയ്യും? അധിക സമയം ജോലി ചെയ്യും. അങ്ങനെ ഒരു പരസ്പര ബഹുമാനത്തോടു കൂടി അവിടെ എന്ത് ചെയ്യാണ്? അവർ വാക്ക് പാലിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസിപ്ലിൻ, അച്ചടക്കം. അവിടെ അനുസരണ ഉണ്ട്, അധികാര ബഹുമാനം ഉണ്ട്, അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ നിയന്ത്രണങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 പ്രിൻസിപ്പിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഇനി ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ ചെറിയ പാർട്ടുകളായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഈ പാർട്ട് 1 ഇതോട് കൂടിയിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി വരുന്ന പ്രിൻസിപ്പിൾസ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ, അതായത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.